നബിലൂട്ടിയുടെ കുഞ്ഞുമോളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് വിശേഷങ്ങൾ എന്താ നബിലൂട്ടി പങ്കുവെക്കാത്തത്, എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. നമ്മുടെ ചാനലിലും ബിസിനസ്സിൻ്റെ അക്കൗണ്ടിലും എല്ലായിടത്തും നബിലൂട്ടി കല്യാണം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഒരുപാട് തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നത് നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസം പോയ വിശേഷങ്ങളായിട്ടാണല്ലോ. അപ്പോൾ അന്ന് അവിടെ ഭയങ്കര ഡാൻസും പാട്ടും ഭയങ്കര ആഘോഷമായിരുന്നു, ഭയങ്കര ആഘോഷം. അതെ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ നബിലൂട്ടിയുടെ ചാനലിൽ വിശദമായിട്ട് ഇടും കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ എടുത്തത് മാത്രമാണ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നബിലൂട്ടിയുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം. അതെ, നമ്മളിന്ന് എല്ലാവരും ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് കണ്ടോ നോക്കും കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല എല്ലാവരും ഉറങ്ങി നീക്കൊക്കെ ചെയ്തു. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ദോശയും ചട്നിയും, പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ ആര് ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പട്ടാമ്പി വീട്ടിലത്തെ പുട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദോശ ഉണ്ടാക്കും. നല്ല ഉള്ളിൽ കറിച്ച് ദോശ ഉണ്ടാക്കും. അങ്ങനെ ദോശയും ചട്നിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഒരു കൂട്ടർ പോവാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വാപ്പ പിന്നെ നിജിത്ത ഒക്കെ പോവാണ്. ഒരു ടീം പോവാം. പക്ഷെ അനുമോള് ഇവിടെ ഇരിക്കുന്നുണ്ട്, അനുമോളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ സിഗ്മോന്റെ കുട്ടി അപ്പൊ കറി വേണ്ടേ? വേണ്ട, എരി ഉണ്ടാവോ? ഞാൻ ദോശ കഴിക്കാണ് കൈസ് പറഞ്ഞ. അപ്പൊ കൈസ് വാപ്പ ദോശ കഴിച്ചോണ്ടിരിക്കാണ്. ഷാട്ട കഴിക്കണില്ല. ഷാട്ടർക്ക് വൈ ഷാട്ട. അയ്യോ, ഓർക്ക് എക്സാം ഉണ്ട്, അവിടെ ഇതൊന്നും പോണില്ല. ബേജാറായിട്ട് വേണ്ടാന്ന്. അനുമോൾ ഞങ്ങളുടെ ടീമില്ല. എനിക്ക് ചാടിക്കാനായിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി ചാടിക്കാനാ. അപ്പൊ നമ്മൾ ചെറിയ നോക്കിയിരിക്കും. നമ്മള് മറ്റേ വിരുന്നാര് വരുമ്പോ അങ്ങനല്ലേ. അത് അല്ല അനുമോള് ആ വീഡിയോ ക്യാമറ ഓൺ ആയി പിന്നെ സൈക്കോളജിക്കൽ മൂവ്മെന്റ്. അയ്യോ, അതെ, അതാണ് നജിമാമ പ്രത്യേകിച്ച് അപ്പൊ കടിക്കണ കണ്ടറിയാം പാവാണ്. എന്താണ് മുറിവ് തട്ടിയോ? അൻമോള് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അതട്ടോ ഇസ്തിരിപ്പെട്ടി തട്ടിയാ അത്രേ. എന്റെ ഇസ്തിരിപ്പെട്ടി അവിടെ വെച്ചിക്കൊന്ന് കുറച്ചേരം കൊള്ളാൻ വേണ്ടിട്ട്. അതെ, വലത്തെ കൈ എടുത്ത് മുറിക്കാൻ നോക്കിയാലും മുറിയൂല. അതാ എല്ലാരും അല്ലാ സൂറ ആ നീട്ടോളി എല്ലാരും നീട്ടോളി. മാമന് കൊണ്ടേക്കോ, പക്ഷെ അമ്മൂനെ തരില്ല. അമ്മൂനെ വിടണില്ല. ഇവളെ ഞങ്ങൾ എടുക്കുവാ. ഈ പരിപാടി ഷിംഷൂട്ടിന് വരുന്നുണ്ട്. ഷിംഷൂട്ടൊക്കെ പോലുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അവിടുന്ന് മംഗളന്ന് ഈ ഡിസ്കോ ക്ലാസ് കണ്ടില്ലെങ്കിൽ ആരും സംശയിക്കുന്നത് സിനിമ പൊക്കിയതല്ല. അത് അബിക്കുട്ടിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പൊക്കിയതാണ്. എന്നിട്ട് പോകാം. ആയിക്കോട്ടെ. സമയം കണ്ട് ഇവിടെ ഇന്റെ ചെരുപ്പിട്ടിട്ട് പോയാൽ മതി എല്ലാരും ആയിഷമ്മ പറയണത്. ആയിഷുട്ടി സമയമില്ല എത്ര? സമയമില്ല. ഐശ്വര്യ സമയം എത്ര? ഓളോ
ഒരുക്കങ്ങൾ കഴിയാതെ ഓളോട്ട് വരില്ല. വെരി ഗുഡ്. നമ്മളെ ഫ്രോക്ക് കൂടി കാണിച്ചാ നമ്മളെ നെജുമ്മ ഡിസൈൻ ചെയ്ത ഐഷുകുട്ടിന്റെ ഫ്രോക്ക്. ആയിക്കോട്ടെ, ഇനി കയറിക്കോളി. ആ കുറച്ച് കഴിഞ്ഞാലേ മുതലാവും. അത് നെബിലൂട്ടറൊക്കെ ബാക്കിയാ. അപ്പൊ ഓക്കെ ഗായ്സ്, ശരി ഓക്കെടാ. അപ്പോൾ ഗൈസ് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരോ പണിയിലാണ്. അവിടെ അൻമോൾ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുന്നുണ്ട് കിച്ചണിൽ. ജാസേമയും മമ്മിയും കുക്കിങ്ങിലാണ്. ജാസേമ കുക്കിങ്ങിലാണ്, മമ്മ ക്ലീനിങ്ങിലാണ്. നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കി നോക്കാം. നമ്മളിനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത് ജാസ്മിൻ കുട്ടിയാണ്. നമ്മുടെ വീട്ടിൽ കടുക് മറന്നിട്ടുണ്ടായിരുന്നു. കടുക് ഉപ്പും കടം വാങ്ങിക്കാൻ പാടില്ലാതാണ്. പക്ഷെ ഞാൻ അവിടുന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 15 മുട്ട അന്ന് നിങ്ങളുടെ കടം വാങ്ങിച്ചത്. അതിൽ 30 മുട്ട ഉണ്ട്. അപ്പോൾ ഓൾക്ക് 15 മുട്ട കൊടുത്തിട്ട് വരട്ടെ. മുട്ട കൊടുക്കാൻ പോയപ്പോൾ ഉള്ള ഒരു മുട്ട ഉണ്ട്. ഇപ്പോൾ മുട്ട വേണ്ട പറഞ്ഞു. ഇനി മുട്ട ഇല്ലാത്തൊരു മുട്ട മതി തരാം. അങ്ങനെയൊക്കെ അപ്പോൾ മുട്ട തിരിച്ചുകൊണ്ടേക്കട്ടെ. അങ്ങനെ നമ്മൾ മറ്റേ കുറച്ച് പേരൊക്കെ പോയി. ഇവിടെ ഇമ്മയും ജാസ്മിൻ കുട്ടിയും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ രാവിലെ കുറേ ബിസിയിലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാറുന്നത്. ഇനി നമുക്ക് നാളെ കല്യാണമാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നാളത്തേക്കുള്ള കല്യാണ പ്രിപ്പറേഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഡ്രസ്സുകൾ ടൈറ്റാക്കുക, അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, ഇന്നുമോളുടെ ഡ്രസ്സ് ഒളിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് നോക്കണം. എൻ്റെ ഡ്രസ്സ് പിന്നെ എനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് മേലൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ കസേരമേൽ ഇങ്ങനെ ഉണക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സാണ് ജാസ്മിൻ കുട്ടിയുടെ ഡ്രസ്സ്. ജാസ്മിൻ കുട്ടി കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച ഡ്രസ്സാണ്. ആ ഇരിക്കുന്നതാണ് സായിക്കുട്ടി. സായിക്കുട്ടി എന്താ വിഷമിച്ചിരിക്കുന്നത്? സായിക്കുട്ടിയെ വെറുതെ ഇരിക്കുകയാണ്. ഓളവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അല്ല, ഉമ്മച്ചിക്ക് മറ്റേ സാരി ജാക്കറ്റൊക്കെ റെഡി ആക്കണോ? എല്ലാം റെഡി ആക്കണ്. ഉമ്മച്ചി എല്ലാം പിന്നെ ഉമ്മച്ചിക്ക് പിന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ച കാരണം കൊണ്ട് ഉമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. അതൊക്കെ ഉണ്ടാക്കി റെഡി ആക്കണം. അപ്പോൾ ഉമ്മച്ചിക്ക് ഇനി ഒന്നും നോക്കാമല്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നുമോളുടെ ഡ്രസ്സ്. ഇതൊന്ന് ടൈറ്റായി കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ അടിയിൽ വേറൊരു ധോത്തി സ്കർട്ടൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇനി ഇന്നുമോള് കല്യാണത്തിന് അന്ന് നമ്മൾ നാളെ ഡ്രസ്സ് മാറ്റണം. അപ്പോൾ കാണാം. അൻമോളുടെ കൂലങ്കഷമായ തുന്നലാണ്. അത് നെജ്മമ്മ അടിച്ചു കൊടുത്ത ഡ്രസ്സാണ്. ദൈമ എന്താണ് സിബ് എന്തായിക്കാണ്? സിബ് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുന്നത് കുറച്ച് കൂട്ടി തുന്നിയാലും അനക്കെന്നെ കല്യാണം. എനിക്ക് ഇങ്ങനെ തുന്നലും പിടിക്കലൊന്നും അറിയാത്തല്ല, ചെയ്യാനപ്പുറത്തെ ആളുണ്ടല്ലോ. അവിടെ നമ്മൾ ചെയ്യണില്ല. അവിടെ അൻമോള് തുന്നുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ. മമ്മ തുന്നാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ മമ്മ ഈ മുടി നിവർത്തിയിടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു. ഇപ്പൊ മുടി നിവർത്തിയിടുന്നില്ല, മുടി കെട്ടുകയെന്ന് മനസ്സിലായി. പിന്നെ സൂചി ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. തുന്നിക്കോ. ജാസ്യമ അവിടെ വമ്പൻ നെയ്ച്ചോറ് കുക്കിങ്ങിലാണ്. ജാസ്യമ ഒരു ട്രൂ സബ്സ്ക്രൈബർ തന്നെ. അങ്ങനെയൊക്കെ വീഡിയോ കാണുന്നു. ഞങ്ങളെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കാണാം. ജാസ്യമ ഉണ്ടല്ലേ, വെറുതെ അല്ല ഇരുന്ന് കാണുന്നത്. അമ്പടി കുക്കിംഗ് ചെയ്യുന്ന സമയത്താണ് വീഡിയോസ് കാണാറ്. ഓക്കെ ഓക്കെ ഓക്കെ. ജാസ്യമ ട്രൂ സബ്സ്ക്രൈബർ വീഡിയോ കണ്ടിട്ട് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഷു ഉണ്ട്. മഷു ഹായ് പറയൂ. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കേട്ടോ. വീട്ടിലത്തെ കുട്ടികളുടെ സ്വഭാവം ഇതല്ലേ? എടുത്തിട്ട് 4 പോലെ ഓടി നടക്കുക. നല്ലോണം അധ്വാനിച്ച് പൈസ കൊണ്ട് വാങ്ങിച്ച സാധനം ഇപ്പൊ ഇല്ല എന്നാ തൊടിയിക്കായിരുന്നാ പോരെ, ചെയ്യണ്ടാവൂല്ലേ? എന്റെ മമ്മിയുടെ പ്രശ്നം അതാണ്. എല്ലാം കൊടുക്കും എന്നിട്ട് ചീത്ത അറിയും. മര്യാദക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ലേ? എന്താ 28 വയസ്സുണ്ടായ മോനോ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞല്ലോ. അത് ഞാൻ വീഴ്ത്തി പൊട്ടിച്ചു. അതൊക്കെ പണ്ടത്തത്. പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമുക്കിപ്പോ പ്രസന്റ് കാര്യം സംസാരിക്കാം. പ്രസന്റിന്റെ മിടി നേരായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ധോത്തി സ്കേർട്ടും ഇങ്ങനെ ഈ മോന്തേക്കാരെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.
അല്ലട്ടോ മേക്കപ്പ് ഇടാത്ത മോന്ത നല്ല ഉദ്ദേശിച്ചത് ഈ ഒരു കുറങ്കട്ട മോന്തക്കാരെന്ന് ഉദ്ദേശിച്ചത് ഞാൻ. എന്നാലും സാധനം ചെയ്തില്ലേ? എന്റെ രണ്ടു വാക്ക് സംസാരിക്കും. ഇല്ല സംസാരിച്ചിടത്തോളം മതിയോ? എന്നാ വേഗം ചെയ്യട്ടോ. ഞാൻ വേദന പഴണ്ടെന്ന് നോക്കട്ടെ. ടാറ്റാ. നമ്മളേ നാളെ കല്യാണം പ്രമാണിച്ച് നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വേണമല്ലോ. അപ്പൊ ഞാൻ തൊട്ടപ്പുറത്ത് റൂമിൽ നമ്മള് ബിനി 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 എന്ന് എപ്പോഴും പറയാറില്ലേ, നമ്മളെ ബിനി പുതിയ ഒരു റെന്റൽ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സും കൂടി അങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ ചമയത്തിൽ പോയപ്പോൾ എനിക്ക് ആ ഡ്രസ്സുകൾ കിട്ടിയ കാരണം കൊണ്ട് അതേ വേണ്ട വെച്ചു. പക്ഷെ നമ്മൾ ഓർണമെന്റ്സ് നമ്മൾ ബിനിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ നമ്മള് റെന്റിന് എടുത്തിട്ടുള്ളത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ള ഷോപ്പിലേക്കൊക്കെ പോകും. പിന്നെ നമ്മൾ ഷോപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കണ്ടോ. എൻ്റെ ഡ്രസ്സ് ഏകദേശം ഈ ഒരു അതേ കളർ തന്നെ അല്ലേ, ഈ ഒരു കളർ കോഡ് ആയിരിക്കും കണ്ടാ. ഇതുപോലത്തെ ഇരിക്കും. ഇതിൻ്റെ കമ്മലെങ്ങനെയെന്നൊരു അപ്പോൾ ഇങ്ങനെ കണ്ട ഇതിൻ്റെ കമ്മലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർണമെന്റ്സ് നമ്മൾ ബീനിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം ഏത് ഫങ്ഷൻസിനും നിങ്ങൾക്ക് ഡ്രസ്സ് പിന്നെ റെൻ്റൽ ഓർണമെന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിലൊരു നമ്പർ കൊടുക്കാം. ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ ഇനി അവള് കളക്ഷൻസ് കുറച്ചുകൂടി കുറേ വരാറുണ്ട് അത്രേ. അപ്പോഴും നമ്മൾ ഷോപ്പ് ആ കളക്ഷൻസൊക്കെ വന്നിട്ട് നമ്മളുള്ള ഷോപ്പ് നേരിട്ട് പോയി കാണും. ഇപ്പോൾ ഒരു അത്യാവശ്യം കളക്ഷൻസ് ഉള്ളൂ. എന്നാലും കൂടി നല്ല നല്ല ഓർണമെൻറ്റ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഫോൺ നമ്പർ കൊടുക്കാം. അങ്ങനെ കല്യാണമോ ഫങ്ഷൻസൊക്കെ വരുന്ന ആൾക്കാരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. എന്തായി നെയ്ച്ചോറ് വെപ്പ് അതോ ഇതിൽ എന്തൊക്കെ പണം ഇട്ടിക്കണ്, എന്തൊക്കെയോ സാധനം ഇട്ടിട്ടുള്ളോ, നല്ല വാസന അടിക്കുന്നത്. അതായത് നല്ല ബീഫ് ബിരിയാണിന്റെ മണമല്ല അടിക്കുന്നു. അങ്ങനെ എന്താ പറയാ സേമ, ബിരിയാണി ആണോ ഫ്രൈഡ് റൈസ് ആണോ മിക്സ്ഡ് എന്തോ ഒരു സാധനം. അതെ, നെയ്ച്ചോറിനാണ് വിടും ചെയ്തു, ബിരിയാണി നമുക്കിടെ എത്തും ചെയ്തില്ല, അങ്ങനത്തെ ഒരു സാധനം. ഓ മൈ ഗോഡ്, ഇല്ല പറ്റത്തില്ല, ഒക്കെ വീഡിയോ ലെയറിലാവും. ഓനക്കോ അത്ര കേൾക്കൊന്നുമില്ല, കുറച്ചെടുത്താൽ മതി. ഓ എനിക്കോ അനക്ക് തരും, തിന്നാളെ അളവിന് തരും. ഓ അങ്ങനെ ബിരിയാണി അല്ലാത്ത ഫ്രൈഡ് റൈസ് അല്ലാത്ത ചോറും ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, അച്ചാറും ഉണ്ട്. ഞങ്ങളെന്നാ കഴിക്കാതിരിക്കട്ടെ, കണ്ടിട്ട് വായന്ന് വെള്ളം വരുന്നു. എവിടെ പറഞ്ഞാണ്. അപ്പോൾ ജാസ്യം ഇമ്മച്ചിയുടെ മൈലാഞ്ചി പണിയിലാണ്. ഇമ്മച്ചി ഉള്ളത്തെ കൈമേ, ജാസ്യം പുറത്താവും രണ്ട് കൈമൊക്കെ. അപ്പം ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ്. ഇത് അൻമോള സ്റ്റെൻസിൽ, അൻമോളെ കൈമത് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ കൂട്ടി കഴിച്ച് ഒപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് എൻ്റെ കൈമ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടും. എൻ്റെ ഇപ്പം തന്നെ ഇടാനായിട്ടില്ല, ഒരു ഡ്രസ്സ് ഇട്ടാക്കാനും കൂടി ഉണ്ടാവുകൊണ്ട് ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇടുള്ളൂ. അപ്പം നമുക്ക് അൻമോൾക്ക് ഇട്ട് കൊടുക്കാം. അന്ന് വലത്തെ കൈമിലാണോ? കാരണം എന്താ അറിയോ, അടുത്ത കൈ മോൾ ഓൾറെഡി ഇട്ടു കണ്ടോ. കൊള്ളാം. അതെ, നമ്മൾ ആദ്യം ഇതൊന്ന് വേട്ടാം. ഇവിടെ എന്താടാ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കൊണ്ട് ഇങ്ങനെ ആക്കാല്ലേ, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെച്ചാൽ പോലെ ഇങ്ങനെ വെക്കാല്ലേ. കുറച്ച് ശരിയാവണേ. നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു ഗായ്സ്, വി സക്സസ്. നമ്മൾ അനുമോള് കയ്യുമ്മലൊക്കെ നല്ല മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അച്ചു ഒന്നുകൂടി ഉപയോഗിക്കാന്ന് പറഞ്ഞത്. മിക്കവാറും അനുമോ എന്റെ കയ്യിൽ ഇതേ മൈലാഞ്ചത്തെ ഇരിക്കൂട്ടാ. കിടന്ന് ഉറങ്ങിക്കോ. നാളെ നിന്റെ മുടി മറ്റേ ഇന്നുമോളുടെ മുടിയൊക്കെ എന്റെ തലമേലാണ്. പണ്ട് ഞാൻ രണ്ടുപേരും മുടിയൊക്കെ കെട്ടിയിട്ട് ഒരേപോലെ കൊണ്ടുവരുന്നില്ല. അതെ, ട്വിൻസോളെ പോലെ. നാളെയാണ് ആ ദിവസം. ഇവിടെ രണ്ടാള് സ്റ്റെൻസിൽസ് ഒട്ടിക്കാൻ വേണ്ടി നിന്നിട്ട് അനുമോള് ഇന്നുമോളുടെ മൈലാഞ്ചൊക്കെ കൊളാക്കിയെന്ന് പറഞ്ഞത്. അല്ല അനുമോളെ, എന്താ ഇത്, എന്റെ കുട്ടികൾക്ക് എത്ര നന്നായിട്ട് മൈലാഞ്ചി തന്നാടി, എന്നിട്ട് ഇങ്ങനെ കാട്ടാൻ പാടുണ്ടോ? സ്റ്റെൻസില് പറിച്ചപ്പോ ഓരോന്നും വേറെ വേറെ വട്ടായി. അതന്നെ,
ഒക്കെ എന്റെ കുട്ടർ കൈ വെക്കിച്ച് കേടത്തിയില്ലേ. എന്നാലും നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ചങ്കും ചങ്കുമായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു കാട്ടില് ഓട് കാട്ടിയത് സങ്കടമായി. ഇന്നോട് എന്താ ഇതിനെ കുറിച്ച് പറയാൻ സങ്കടമായി. എനിക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാവില്ല എന്താ കാട്ടേണ്ടതല്ലേ, ഐഡിയ കിട്ടുന്നില്ല. ഇതിന്റെ പട്ടകവും അപ്പുറത്തേക്ക് ഇപ്പൊ ഇത് ഇതിന്റെ നടുവിലൊട്ടിക്കേണ്ടി വരും. ഓ നീ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കണത് നടുവിലൊട്ടിക്കാൻ തന്നെ നശി അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഒട്ടിച്ചൂടെ. കറക്ക അനുമോള് മറ്റേ ഫിസിക്സ് എന്താ BSc ഫിസിക്സ് ഫിസിക്സിൽ പഠിച്ച കണക്ക് എല്ലാ കണക്കും കൂടെ കൂട്ടി കിളച്ച് കുടിച്ച് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. എന്താ എൻ്റെ മോളെ അഭിപ്രായം? മേ ബി അതായിരിക്കും ഇങ്ങനത്തെ ഡിസൈൻ. എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് അനുമു. അവസാനം അനുമു മല്ലി കെട്ടി ഉണ്ടാക്കി. ശരിയാവോ? എന്തെങ്കിലും ആവോ? ശരിയാവേണ്ടതാണ് അല്ലേ? അന്മോള് ഓക്കെ അയച്ചപ്പോഴേ അമ്മനോട് എനിക്കറിയാൻ പാടില്ല ഇച്ചിരി മൈലാഞ്ചി ഇട്ടാവെന്ന് പറഞ്ഞിരുന്നതാണ്. ഇത് പിന്നെ തലയിലായി. മറ്റേ ഞാൻ അങ്ങോട്ട് ഞാൻ അട്ടരാണ്ട് പോയിരുന്നതേന്നു. ഇങ്ങനെ പറയാതെ അനുമു കെട്ടിയിട്ടുണ്ടാവില്ല. ഒരു സ്റ്റെൻസിലല്ലോ ഒന്നില്ലെങ്കിൽ. അനുമോൾക്ക് കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. അനുമോൾ ഫാൻസ് ഒക്കെ മറ്റേ യൂട്യൂബിലുണ്ട്. അനുമോളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇഷ്ടമല്ല എല്ലാ പ്രേക്ഷകർക്കും ഓരോ മറ്റേ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അല്ല എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഫാൻസ് അസോസിയേഷൻ അനക്ക് തോന്നുന്നുണ്ടോ രസം? ഒരു മെച്ചം തോന്നുന്നില്ലല്ലോ. കട്ടില്ല. ബൂസ്റ്റിന് ഇച്ചിരി കൂടി ബൂസ്റ്റ് ഇടണം. ഒരിത്തിരി പാൽപ്പൊടിയും കൂടി ഇടണം. ഞാൻ പല പാൽപ്പൊടി ഇടണമെന്ന്. നാരങ്ങ വീണിട്ടില്ലാന്ന് ഇത് കുടിച്ചോക്കാണ്. എനിക്ക് വേണ്ട തുള്ളി കുടിച്ചോക്ക്. മധുരല്ല മനസ്സിലാവുന്നുണ്ട്. അതാ പറഞ്ഞത്. അല്ല വെള്ളം തന്നപ്പോ അല്ല ഞാൻ അതാ പറഞ്ഞു സാധാരണ ഉണ്ടാക്കി അടി ആ മട്ടം കൈയിങ്ങനൊക്കെ ആയോ? മട്ടൻ നകത്ത് മുട്ട നോക്കിട്ടോ. അങ്ങനെ കിടക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇന്നുമോളി ഇവിടെ കിടക്കണത് ഓൾക്കൂടെ ബെഡ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാ? ഈ റൂമില് സായ്മോനും മഷും കിടക്കും. അവിടെ അമ്മച്ചിയുണ്ട്. ഇവിടെ മമ്മി ജാസിമി കിടക്കും. ഞങ്ങൾ ഇവിടെ മഷൂര് ഇവിടെ ഷീറ്റ് വിരിക്കണ്ടേ? എവിടെ? ഒരു കട്ടുമ കിടക്കും. ഓക്കേ. രണ്ട് എരുമകളും ഇതിൽ പോവോ? നിങ്ങൾ ഒരുമ ഉണ്ടെങ്കിലും ഒലക്കമ്പ കിടക്കണ എരുമകളാ? ഓക്കെ എന്നാ കിടക്കും. നമ്മൾ എല്ലാവരും പോകാനുള്ള ഡ്രസ്സെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ജാസ്മിൻകുട്ടിയുടെ ഡ്രസ്സ്, ഇത് എൻ്റെ ഡ്രസ്സ്, ഈ ഡ്രസ്സിൻ്റെ താഴെ സാരി ഉണ്ട്, അത് ഉമ്മച്ചിൻ്റെ ഡ്രസ്സ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഇതെൻ്റെ ഡ്രസ്സ്. അമ്മുവാൻ്റെ ഡ്രസ്സ് എവിടെ? അമ്മുവിൻ്റെ ഡ്രസ്സ് അവിടെ. പിങ്കാണ്. ഓക്കെ ഓക്കെ. വേറെ നമ്മള് അനുമോളുടെ പേര് നമ്മൾ അന്നമൂന്ന് അമ്മു ആക്കിക്കുന്നുണ്ട്. ഐഷുകുട്ടി ഓളെ അന്നമൂന്നല്ല ഞങ്ങൾ വിളിക്കുക. ഓള് ഞാൻ മാറ്റി അമ്മു ആക്കി. അതേപോലെ അമ്മു. അങ്ങനെ അമ്മു ഇന്നും ഇവിടെ ഹാളിലാണ് കിടക്കുന്നത്. അതേ ചേക്കന്മാർക്ക് അവിടെ കട്ടിൽ ശരിയായിട്ടുണ്ട്. നിങ്ങൾ നീറ്റ് വരും. അവിടെ ഞാനും എൻ്റെ മമ്മിയാണ് കിടക്കണത്. പോട്ടെ പോര് ചെങ്ങായിയേ. അല്ല 4 ദിവസം കഴിഞ്ഞോട്ടെ. അല്ല മമ്മ രാവിലെ 6 മണിക്ക് കല്യാണത്തിന് പോകണം പറഞ്ഞാൽ നിൽക്കണത്. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. ഇവിടെയും കുറേ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാം പാടൊന്നും വീഡിയോ എടുക്കാൻ കൂടിയിട്ടില്ല. എന്താ പിന്നെ കോളി ഇങ്ങനെ കുറച്ചുകൂടി ഒരു കോളായിട്ട് നിൽക്കുന്നത് നോക്കിടാം. അപ്പോൾ കുറേ വിശേഷങ്ങൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരും വന്ന സന്തോഷത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇന്നത്തെ ഒരുക്കത്തിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്ഷീണമുണ്ട്, നല്ലവണ്ണം കിടന്നുറങ്ങണം. ഇനി നാളെ രാവിലെ തിരക്കുകളും കല്യാണ ഒരുക്കങ്ങളും കല്യാണത്തിന് പോക്കുമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മളുടെ വരും. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പിന്നൊരു കാര്യം കൂടി ഉണ്ട്. എന്താ അനുമോളെന്തോ ഓളത്ര ഫാൻസ് ഉണ്ടെന്ന് നമ്മളെ വീഡിയോ കാണാറുണ്ട് അത്രേ. അല്ല മമ്മ വന്നിട്ട് പറഞ്ഞു അന്മോൾ എനിക്ക് ഫാൻസ് ഒക്കെ കേട്ടോ ഇത് അറിഞ്ഞിട്ടില്ലെന്നൊക്കെ ചോദിച്ചാൽ അന്മോൾക്ക് മൈലാഞ്ചിട്ട് വരുമ്പോ ഡെയിലി വീഡിയോ കാണുമ്പോൾ അതിന്റെ കമന്റ് നോക്കണം. ഞാൻ വീഡിയോ കണ്ടിട്ട് പോവാറ്, കമന്റ് ഞാൻ കണ്ടിട്ടില്ല.
ഫാൻസ് ഉണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി മുതൽ അനുമോള് കമന്റ് വായിച്ചിട്ട് അനുമോളിനെ അമ്മു തന്നെ റിപ്ലൈ എന്റെ ആൾക്കാര് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം. അതായത് അൻമോൾ ഫാൻസ് അസോസിയേഷൻ. അങ്ങനെ. അപ്പൊ ഞാൻ നാളെ വിശേഷം